ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മിഷ്വി റെസ്റ്റോറന്റിലാണ് ഗായ്സ്. ഇവിടെ കിട്ടാത്തായിട്ട് ഒന്നുമില്ല. അതെ, നമ്മുടെ പാലക്കാട് മേപ്പറമ്പിൽ തന്നെയാണ് ഈ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി വെറൈറ്റി ഫുഡ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ മധൂത്താണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പിന്നെ ഫിഷ് ഫ്രൈഡ് ഉണ്ട്, ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട്. അങ്ങനെ ഫിഷിന്റെ തന്നെയാണ് ചിപ്സ്. അതെ, അതാണ് ഇതിന്റെ മെയിൻ. ഇതവിടെ നമുക്ക് മെനു ഉണ്ട് ഗൈസ്. ഫിഷ് അൽഫാം, ഫിഷ് മധൂത്ത്, ചെമ്പല്ലി, ചിക്കൻ മധൂത്ത് ഉണ്ട്, മലബാർ ബിരിയാണി, ചിക്കൻ മധൂത്ത്, കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഷോപ്പ്. ഉള്ളിലൊക്കെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നല്ല അടിപൊളി വൈബാണ്. അതെ, കൊള്ളാം. ഉള്ളില് ഏകദേശം അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് ഉണ്ട്. ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ട്. നല്ല രീതിക്ക് തന്നെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് അടിപൊളി മധൂത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങള് നേരെ ഇങ്ങോട്ട് വന്നാ മതി. ഈ കടയില് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മളിക്ക. അപ്പൊ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈസലിക്ക. കട തുടങ്ങിയിട്ട് എത്രയായി? 3 മാസമായി. 3 മാസമായില്ലേ കട തുടങ്ങിയിട്ട്? ഇവിടെ മെയിൻ ആയിട്ട് എന്താ കൊടുക്കുന്നത്? ഇവിടെ മെയിൻ ആയിട്ട് ചിക്കൻ മധൂതാണ്. ചിക്കൻ മധൂത്ത് ജ്യൂസി ടൈപ്പാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ട് വളരെ നന്നായി പോകുന്നുണ്ട്. വേറെ എന്തൊക്കെയാ അവിടെ? പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ അൽഫാം മധൂത് ഉണ്ട്, പിന്നെ അൽഫാം കുബൂസ് ഉണ്ട്. പിന്നെ വേറെ സ്പെഷ്യൽ എന്ന് പറയാൻ ഫിഷ് ഐറ്റംസ് ആണ്. ഫിഷിന്റെ അൽഫാം ഉണ്ട്, ഫിഷിന്റെ ഓയിൽ ഫ്രൈ ഉണ്ട്. മെയിനായിട്ട് ചെമ്പല്ലി, അമൂറ്, ആവോലി, സിലോപ്പിയ, വറ്റ, കാളാഞ്ചി, അതൊക്കെയാണ് ലൈവായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ലൈവായിട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് ഡിസ്പ്ലേ നോക്കി സെലക്ട് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് തൂക്കിയിട്ട് ആ വെയിറ്റ് അനുസരിച്ച് അപ്പൊ തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റിനുള്ളിൽ കൊടുക്കും. അപ്പൊ അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഫുഡ് കഴിക്കണതും കാണിച്ചു തരും, കണ്ടിട്ട് പോയാൽ മതി. കണ്ടിരിക്കും. ആര്? അല്ല, നമ്മളല്ലേ കഴിക്കണേ, പിന്നെന്ത്? അവര് കാണുന്നു. നല്ല സബ്സ്ക്രൈബേഴ്സ് കാണണ്ടാ. അപ്പൊ അവിടെ നമുക്ക് ലൈവ് ഫിഷ് ഇവര് സെറ്റ് ചെയ്യുന്നതാണ്. നമുക്കപ്പൊ കസ്റ്റമേഴ്സിനെ ഇവിടുന്ന് ലൈവായിട്ട് നോക്കിയിട്ട് മീന് സെലക്ട് ചെയ്തിട്ട് ആ മീനിന്റെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് നമ്മള് ചെയ്യാറ്. അപ്പൊ ഇവിടെ ഫിഷ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് അതിന്റെ മേലെ ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ വരുന്ന കസ്റ്റമേഴ്സിന് ഏത് ഫിഷാണ് പറഞ്ഞാൽ അത് നോക്കിയിട്ട് വാങ്ങാം. അവർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം. അത് അപ്പൊ തന്നെ റെഡിയാക്കി തുറക്കും. ഇപ്പൊ മധുരത്ത് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. മസാല സ്പൈസസ് എല്ലാം ഇട്ട് നമ്മള് ചിക്കനും ഇത് തിളച്ച് വരുമ്പോ റൈസ് ഇടും. ഹാഫ് ബോയിൽഡ് റൈസ്. എങ്ങനെയായിരിക്കും എനിക്ക് ഇവിടുത്തെ മണമൊക്കെ അടിച്ചിട്ട്, ചിക്കന്റെ മണമൊക്കെ അടിച്ചിട്ട് ഒന്നാമത് എനിക്ക് നന്നായി വിശക്കുണ്ട്. പിന്നെ പറയണ്ടല്ലോ, കഴിക്കാം ഗൈസ്. അപ്പൊ ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെ നല്ല നല്ല സ്മെല്ലാണ്. കാരണം അവിടെ നിന്ന് കേറുമ്പോ തന്നെ അടിപൊളി സ്മെല്ലൊക്കെയാണ്. അതപ്പോ ഞങ്ങള് കഴിക്കട്ടെ. കഴിച്ചിട്ട് കഴിക്കണതിന്റെ ഒപ്പം തന്നെ നമ്മള് കാര്യം പറയും അല്ലേ? യെസ്. കഴിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് ഓരോന്ന് പറഞ്ഞ് പറയാം. എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നും പറയാനില്ല. നീ ആദ്യമായിട്ടല്ലേ മധൂത്ത് കഴിക്കുന്നത്? ഞങ്ങൾ ആദ്യമായിട്ടാണ് മധൂത്ത് കഴിക്കുന്നത്. ഒരു അടിപൊളി ഫീലിംഗ്. അടിപൊളിയാണ് സംഭവം. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ അമ്മലോ? എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം. ജർണി അടിപൊളിയായിട്ടുണ്ട്. യെസ്. മയോണൈസ് വന്നിട്ടുണ്ട്. അല്ല, അൽഫാം വന്നിട്ടുണ്ട്.
ഗായ്സ് അങ്ങനെ അൽഫാം മധൂത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളത് കഴിച്ചു. നല്ല സാധനം അല്ലാമല്ലോ. സെറ്റായി, നല്ല സ്പൈസിയാണ്. ന്യൂസ് പറയാനുണ്ട്. ഇത് കഴിക്കി എന്താ ചൂട് സ്റ്റാൻഡേർഡ് ഇടണം. പച്ചമുളക് എരിവൊന്നുമില്ല. അല്ല പിന്നെന്താ കണ്ണൊക്കെ കലങ്ങളും. നമ്മള് ഫുള്ളും കഴിക്കണം. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ റൈസ് പറഞ്ഞാലോ. പുക വരുന്നു. എവിടെ ഇതെന്നാ ഇത് കഴിച്ചിട്ട് ഈ കൊക്കോകോള കഴിക്കുമ്പോ ഇത് രണ്ടുമാണ് കോമ്പിനേഷൻ. അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മളെ കഴിച്ചോണ്ടേ ബിരിയാണി ഗ്ലാസ് ഇട്ടല്ലോ. ചിക്കൻ ബിരിയാണി നമ്മള് കറക്റ്റ് സത്യസന്ധമായിട്ട് പറയാലോ. അതെ അതെ, ഞാൻ പറഞ്ഞു മയോണൈസ് നന്നായിട്ടുണ്ട്. കഴിയാറായി. അതെ, നിങ്ങൾ ഒരേ കഴിക്കലാണ്. കണ്ട് വെള്ളം ഉറക്കരുതട്ടാ. കണ്ടിട്ട് വെള്ളം ഉറക്കണ്ട പറയാ. സബ്സ്ക്രൈബേഴ്സ് കണ്ട് വെള്ളം ഉറക്കരുതട്ടാ. കണ്ടിട്ട് വെള്ളം ഉറക്കണ്ട പറയാ. സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വെള്ളം ഉറക്കിക്കോ. സപ്പോർട്ട് ചെയ്തെങ്കിൽ വെള്ളം ഉറക്കണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണം. അതൊക്കെ കട്ടിയില്ലേ. അവര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാലോ. പോയാ അങ്ങനെ പോല പറയല്ലേ, ചിലപ്പോ പോണ്ടാ. പോലടാ എടുക്കും പ്ലീസ് ബ്രോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവര് പോവും. നമ്മളെ ഇഷ്ടപ്പെട്ട് നിൽക്കണവര് നിൽക്കട്ടാ. നമ്മളെ ഇഷ്ടമില്ലാത്തവര് പോട്ടെ. ഗായ്സ് അങ്ങനെ ബിരിയാണി വന്നിരിക്കുകയാണ്. ബിരിയാണി കഴിക്കണ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാ ബിരിയാണി കഴിക്കേണ്ടത്. ഗായ്സ് അങ്ങനെ ബിരിയാണി വന്നിരിക്കുകയാണ്. കുറച്ച് മതി. പീസ് ഒരു ചെറിയൊരു പീസ്. ഇവിടുത്തെ ഇക്ക ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ഞങ്ങൾക്ക് ഒരു പീസ് ക്വാർട്ടറും കൂടെ കൊണ്ടുവരുന്നുണ്ട്. മതി പറഞ്ഞോ, ഒന്നുകൂടി വരുന്നുണ്ട്. ഇക്ക ഞങ്ങൾ ഒരു പ്രത്യേകമായിരുന്നു ഇഷ്ടം. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവറാണ്. പിന്നെ നല്ല മസാലയാണ്. അതെ, ചിക്കൻ കാലൊക്കെ
വേറെ ഫുള്ളായി. നിങ്ങളെ പോവരുത്, കാണണം. നമുക്ക് കുറച്ചുകൂടെ ഫുള്ളാക്കണ്ടേ? വേറെ കുറച്ചുകൂടെ ഫുള്ളാക്കണ്ടേ? ഇപ്പൊ വരും. വേണ്ട പോയി അങ്ങനെ തുറക്കണം. സ്പ്രൈറ്റ് കുടിക്കാം. നമുക്ക് കുടിക്കാം. അടിപൊളി. ഇതാണ് മക്കളെ സ്വർഗം അല്ലെ അമലു? നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് വേറെ ലെവലാ. എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, അവനെ ഉറങ്ങാം. രാത്രിയാകുമ്പോ നന്നായി കഴിച്ചിട്ട് ഉറങ്ങാൻ അടിപൊളിയാണ്. അപ്പൊ ഈ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മേപ്പറമ്പ് ബൈപ്പാസിലാണ് കേട്ടോ. അതായത് മേപ്പറമ്പ് ജംഗ്ഷനിൽ അവിടെ പെട്രോൾ പമ്പ് ഉണ്ട്. അവിടുന്ന് റൈറ്റ് എടുക്കുമ്പോൾ കാണിക്കമാത സ്കൂളിന്റെ ബാക്കിൽ തന്നെയാണ് ഈ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ അവിടുന്ന് വരുമ്പോ സുഖമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. എന്തായാലും കേറി ട്രൈ ചെയ്യണം. മധൂത്താണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഫിഷ് അൽഫാം എല്ലാവിടെയും, അത് ഫിഷ് അൽഫാം വേറെ ഉണ്ട് ഇവിടെ. വേറെ എവിടെയും ഒരു വെറൈറ്റി സാധനമുണ്ട്, ഫിഷ് ചിപ്സ് ഒക്കെ. വേറെ എവിടെയും കഴിച്ചിട്ടില്ല. ഒത്തിരി നല്ലതാണ്. അപ്പൊ കട അടിപൊളിയാണ്. അപ്പൊ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നിങ്ങളുടെ ഏരിയയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ്. അപ്പൊ ബൈ.